ബൈപ്പാസ് റോഡ് നമ്മൾ സംസാര ഭാഷയിൽ എപ്പോഴും പറയും, നിങ്ങൾ നേരെ ടൗണിലേക്ക് വരണ്ടേ, ബൈപ്പാസ് റോഡിലൂടെ പോയിക്കോളൂ പറയും. ബൈപ്പാസ് റോഡ് ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചില്ല, അതാണ് എൻ്റെ കറക്റ്റ്. തരീഖ് ദായിരി എന്നാണ് പറയേണ്ടത്. തരീഖ് ദായിരി. ചിലപ്പോൾ ബൈപ്പാസ് റോഡ് കുറേ ദൂരം ഉണ്ടാവും, അതായത് ടൗൺ ടച്ച് ചെയ്യാതെ വരുന്ന റോഡിനാണ് ബൈപ്പാസ് റോഡ് എന്ന് പറയാം. ഈ ബൈപ്പാസ് റോഡിന് അറബിയിൽ തരീഖ് ദായിരി എന്ന് പറയാം. ഓക്കെ, തരീഖ് ദായിരി, ബൈപ്പാസ് റോഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടൗണിലേക്ക് വഴി പറഞ്ഞെടുക്കുമ്പോൾ അന്ത ഖുശു അല തരീഖ് ദായിരി. ഖുശു എന്നെ പ്രവേശിക്കുക, എൻട്രി ചെയ്യുക. ഖുശു അല തരീഖ് ദായിരി, അന്ത തഅൽ അല തരീഖ് ദായിരി, ടൗൺ ടച്ച് ചെയ്യരുത്. തരീഖ് ദാഖിലി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ, അതായത് ഉള്ളിലൂടെ അകത്തിലൂടെ വരുന്ന പിന്നെന്താണ് തരീഖിന്. അവിടെ ആ ഒരു തരീഖിന് പകരം ഖത്ത് എന്ന് പറയാറുണ്ട്. ഖത്ത് ദായിരി എന്താണ് പറയാ? ഖത്ത് ദായിരി എന്നാൽ എന്താണ്, പിന്നെ ബൈപ്പാസ് റോഡാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അതേപോലത്തെ ഒരു വാക്ക്, അതെല്ലാം ഒരു വാക്ക് നമ്മൾ പഠിച്ചല്ലോ. ഒന്നാണ് പറഞ്ഞ് ബൈപ്പാസ് റോഡ്. അത് നേരത്തെ അറിയില്ലായിരുന്നു, ഇപ്പോൾ മാത്രം ഞാൻ മനസ്സിലാക്കിയെന്ന് അറിയുന്നവർ ഒന്ന് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചിലരൊക്കെ പറയുന്ന കമൻറ്റുകൾക്ക് മറുപടി പറയുന്നില്ല. ഞാൻ കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതിന് പകരം കമൻറ്റ് വായിച്ചിട്ട് അതിന് വീഡിയോ ചെയ്യുകയാണ് പതിവ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ പണ്ടെന്നോ ഒരാൾ ചോദിച്ചൊരു കമൻറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നല്ലത്, എന്നാലേ നിങ്ങൾക്കത് കൂടുതൽ എഫക്റ്റ് ആവുള്ളൂ. അല്ല ഒരു വാക്കിന് അങ്ങനെ തന്നെ മറുപടി പറഞ്ഞ് ഇവിടെ എത്തൂലാന്ന് തോന്നിയിട്ടാണ്. ഓക്കെ ആണോ? പിന്നെ പലർക്ക് അറബി വായിക്കാനായിട്ട് മനസ്സിലാവില്ല, അവിടെ എൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, അതാണ് മാലേഷ്യ ഇഖ്വാനി. മൂന്നാമത്തെ ഒരു, അപ്പോൾ തരീഖ് ദായിരി, ഖത്ത് ദായിരി. മൂന്നാമത്തെ വാക്ക് നമുക്ക് പഠിക്കാനുള്ളത് തരീഖ് സരിയ. തരീഖ് സരിയ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് റോഡ്. തരീഖ് സരിയ എന്ന് പറയാം. ഇവിടെ നമ്മളിപ്പോൾ ഒരു റോട്ടിൽ തന്നെ ഒരു ഖത്ത് ദായിരി ഉണ്ടാവും, അതെല്ലാം എന്താണ് സിർ ദായിരി സരിയ ഉണ്ടാവും. സോറി, ഖത്ത് സരിയ അല ഖത്ത് സരിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ലൈനാണിത്? അത് ഹൈ ട്രാക്കാണ്. ആ ലൈന് ഖത്ത് സരിയ എന്ന് പറയാം. ഓക്കെ, ഖത്ത് സരി. ഒരു വാക്ക് കൂടി നമുക്കിപ്പം തരീഖുൽ ഖിദ്മ, സർവീസ് റോഡ്, അതും കൂടി പഠിച്ചാൽ നമുക്ക് അപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ തരീഖ് ദായിരി വന്നിട്ട് പിന്നെ തരീഖ് എന്തിലേക്ക് കയറേണ്ടി വരും? സർവീസ് റോഡിൽ കയറേണ്ടി വരും. സർവീസ് റോഡിന് എന്ത് പറയും? തരീഖുൽ ഖിദ്മ എന്ന് പറയാം, അല്ലെ ഷാരിഉൽ ഖിദ്മ. ഒന്നും കൂടി പറയാം, തരീഖിന് റോഡ്, ഖത്തിന് ലൈന്, ഷാരേനും റോഡ്, ഹൈവേ റോഡ്. ഇത് മൂന്നും ഒരുപോലെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. ഷാര്, തരീഖ്, അതേപോലെ ഖത്ത്. ഖത്ത് എന്ന് പറഞ്ഞാൽ പലതിനുണ്ട്. ഖുത്തൂത്തുൽ ജവ്വിയ, എയർ ലൈൻസ്. ഖത്തിൻ്റെ യഥാർത്ഥത്വം ലൈന് എന്നാണ്. ഓക്കെ ആണോ? അപ്പോൾ തരീഖ് എന്താണ് പറയാം? അൽ ഖിദ്മ, സർവീസ് റോഡ് എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ കൃത്യത നിങ്ങൾക്ക് ഇനിയും അറബിക് യൂണിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. കൂടെ നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. 350ഓളം ബാച്ച് എത്തി നിൽക്കുകയാണ്. 25,000-25,000 ആളുകൾ പഠിച്ച് റിസൾട്ട് കണ്ട ഈ ഒരു മഹത്തായ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ശുക്രാൻ ലക്കും. അസ്സലാമു അലൈക്കും.